പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. ദേവി പ്രസാദം എന്ന പേരിലായിരുന്നു പരിപാടി. പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ദേവി പ്രസാദം എന്ന പേരിൽ മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും അങ്ങോട്ടും നടക്കും. പന്ത് വരുമ്പോൾ മാത്രമേ പാസ് ഓട്ടമില്ലാണ്ട് പന്ത് കളിക്കാൻ നിൽക്കുന്ന ആളാണ്. പക്ഷേ അത് കൃത്യമായി പഠിക്കുന്ന ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം. നമ്മളൊരു കളിക്കളത്തിൽ ഇറങ്ങിയാൽ മെസ്സി ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സി കൃത്യമായിട്ട് അതിനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പന്തിൻ്റെ പുറകെ ഓടി ക്ഷീണിക്കുക. പക്ഷേ അദ്ദേഹം ഒതുങ്ങി നിന്നുകൊണ്ട് എതിർ കക്ഷികളുടെ പൊസിഷൻ നോക്കും. അവരുടെ എവിടെയാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം പന്ത് കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് ആ വിടവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കളിക്കാർക്ക് പന്ത് കൊടുക്കുക എന്ന ദൗത്യം ചെയ്യുന്നു. അതായത് മെസ്സിയത്തേക്കും കൊണ്ട ഗോളിക്കുന്ന ഒരാളല്ല. നമ്മളോട് എപ്പോഴും നോക്കുന്നില്ലേ അദ്ദേഹം നന്നായി ഫീലിംഗാണ്. അപ്പം അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നു കളത്തിൽ എന്ന് പറയുന്നതിന് കളിയാക്കിയവർക്കുള്ള മറുപടിയായിരുന്നു മെസ്സിയാണ്. കാര്യം മെസ്സിയാണ് ഉണ്ട്. എസ് ബിന്ദിഷ് അധ്യക്ഷത വഹിച്ചു. നമ്മളൊരു മാനദണ്ഡം വെച്ചിരിക്കുന്നത് അവര് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികളെ കൂടി ആദരിക്കുക എന്നതാണ് പ്രൊഫസറിന്റെ തീരുമാനം. അത് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ ചെയ്തു. അതിനകത്ത് ജാതിയോ മതമോ നമ്മൾ നോക്കിയിട്ടില്ല, വാർത്തോ ഒന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ കുട്ടികൾ എല്ലാ മതത്തിലുള്ള മക്കളാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര മുഖ്യപ്രഭാഷണം നടത്തി. വളരെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു സമയക്കാര്യം നമുക്ക് നമ്മുടെ ദേവികുളങ്ങരയ്ക്ക് എത്തിയ ഒരു യുഗപുരുഷന്റെ മകൻ, മറ്റൊരു പ്രശസ്തനായ മകൻ, അദ്ദേഹം നമ്മുടെ ദേവികുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം അഞ്ജു തമ്പി, ബാബു ആലുമൂട്ടിൽ തറ, ധനേഷ് കൃഷ്ണ, രഞ്ജുലാൽ, എസ് ഹരികുമാർ, കെ രമണൻ, ജയകുമാർ തെക്കൻശ്ശേരിൽ, പ്രയാർ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.